വാർത്താ മാധ്യമങ്ങളുടെ കുലപതിയായ വാർത്താ മാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള BBC 2030 എല്ലാ ചാനലുകളും TV-യിൽ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തുമെന്നും പകരം ഓൺലൈനിലേക്ക് മാറുമെന്നും പ്രഖ്യാപിച്ചു. ചാനലുകൾ ഇന്റർനെറ്റിലേക്ക് മാത്രമായി പ്രവർത്തനം മാറ്റുമെന്നും പരമ്പരാഗത സംപ്രേഷണ സംവിധാനങ്ങൾ ഒഴിവാക്കുമെന്നും BBC സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി 8 മുതൽ BBC സാറ്റലൈറ്റുകളിലെ ഉപഗ്രഹ പ്രക്ഷേപണങ്ങൾക്ക് പകരം ഹൈ ഡെഫിനിഷൻ അതായത് HD പതിപ്പുകളിലേക്ക് മാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ പുതിയ പ്രഖ്യാപനം. ലണ്ടനിലാണ് BBC-യുടെ ആസ്ഥാനം. ബ്രിട്ടീഷ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്ററായ BBC 922-ലാണ് സ്ഥാപിതമായത്. പിന്നീട് 927-ലെ പുതുവത്സര ദിനത്തിലാണ് നിലവിലെ പേരിൽ BBC പ്രവർത്തനം ആരംഭിച്ചത്. പ്രശസ്തി കൊണ്ടും ജീവനക്കാരുടെ എണ്ണം കൊണ്ടും മാധ്യമ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് BBC. ഏകദേശം 21,000-ത്തിലധികം ജീവനക്കാർ BBC-യിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് കണക്ക്. 1922-ൽ രൂപീകൃതമായത് മുതൽ ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും BBC-യുടെ പങ്ക് വളരെ ശ്രദ്ധേയമാണ്. 1923-ൽ BBC ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിംഗ് മാസികയായ റേഡിയോ ടൈംസ് ആരംഭിച്ചു. 1988-ൽ പുറത്തിറക്കിയ ക്രിസ്മസ് പതിപ്പിന്റെ 11 ദശലക്ഷം കോപ്പികളാണ് അന്ന് വിറ്റഴിഞ്ഞത്. ഇത് ബ്രിട്ടീഷ് മാസികകളുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പതിപ്പായാണ് കണക്കാക്കപ്പെടുന്നത്. ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്ററിലെ ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസിലാണ് ഇതിന്റെ ആസ്ഥാനം. BBC സാറ്റലൈറ്റിൽ നിന്ന് പൂർണ്ണമായും ഓൺലൈനിലേക്ക് എത്തുമ്പോൾ ഒട്ടേറെ പുതുമകൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഓൺലൈൻ സംസ്കാരം ലോകം മുഴുവനുമായിട്ടുണ്ട്. മൊബൈലുകൾ ഹൈടെക് ആയതോടെ ആർക്കും എവിടിരുന്നും വാർത്തകളും പരിപാടികളും കാണാൻ ആസ്വദിക്കാം. നമ്മുടെ ഇവിടെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളുടെ പ്രോഗ്രാമുകളും വാർത്തകളും ഒക്കെ കൂടുതൽ ആളുകൾ കാണുന്നത് മൊബൈലുകളിലൂടെയാണ്. TV-യിൽ കാണുന്നത് താരതമ്യേന കുറവാണ്. ലൈവ് വീഡിയോകൾ എവിടെ ഇരുന്നാലും ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മൊബൈലിൽ കാണാം. ആ സംസ്കാരം മലയാളികളും ആസ്വദിച്ചു തുടങ്ങി. പല വീടുകളിലും ഇപ്പോൾ TV ഒരു അലങ്കാര വസ്തുവായി മാറി. ആരും തുറന്നുപോലും നോക്കുന്നില്ല, ഷോക്കേസിൽ വെച്ചിരിക്കുന്നു മാത്രം. ആ സംസ്കാരത്തിലേക്ക് നമ്മളും മാറിക്കഴിഞ്ഞു. പതുക്കെ നമ്മുടെ നാട്ടിലെ മുൻനിര ചാനലുകളും ഇതിന്റെ ചൂട് പിടിച്ച് പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഒരു പ്രമുഖ ചാനൽ ഓൺലൈനിലേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചാനൽ മേധാവിയെ കണ്ടപ്പോഴാണ് ഇക്കാര്യം പങ്കുവച്ചത്. പ്രധാനമായും ചാനലുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിലെ ചിലവുകളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. പരസ്യങ്ങളുടെ കുറവും വരുമാനവും ദൈനംദിന ചെലവും ടാലിയായി പോകുന്നില്ലെന്നാണ് ആ ചാനൽ മേധാവി പങ്കുവച്ചത്. അതേസമയം അവരുടെ ഓൺലൈൻ നന്നായി പോകുന്നുണ്ട്. പ്രേക്ഷകർ കൂടുതലും കാണുന്നത് ഓൺലൈനിലാണ്. അതുകൊണ്ടാണ് BBC-യെ പോലെ പൂർണ്ണമായി ഓൺലൈനിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നത്. അധികം താമസിയാതെ തന്നെ പല ചാനലുകളും ഇതുപോലെ ഓൺലൈനിൽ മാത്രമായി ചുരുങ്ങുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മുടെ ചുറ്റുമുള്ള പല മുൻനിര ചാനലുകളും.